ഹായ് ദിസ് ഇസ് ഡോക്ടർ കമൽ മാധവ്. ഞാൻ നമ്മളെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള നമ്മളെ സഞ്ജു ടെക്കിൻ്റെയും അതേപോലെ തന്നെ നീതു, ഇവർ രണ്ടുപേരും ഭയങ്കര ക്ലോസ്ലി അറ്റാച്ച്ഡ് ലവേഴ്സ് ആയിരുന്നു. പക്ഷേ ദേ ഹാവ് കം ടു ആ ബ്രേക്കപ്പ്. അപ്പോൾ ഞാൻ അങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒരാളെ ന്യായീകരിക്കുന്നു, വേറൊരാളെ ന്യായീകരിക്കുന്നു. ആക്ച്വലി ഒരു ബ്രേക്കപ്പ് ആരും മുൻകൂട്ടി തീരുമാനിച്ച് വരുന്നതല്ല, അത് നമ്മളെ ലൈഫിലേക്ക് വരുന്നതാണ്. എന്തുകൊണ്ടാണ്? പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തത് കൊണ്ട് അല്ലേ? അപ്പോൾ ഈ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് വരാത്തതിൻ്റെ കാരണം ഞാൻ ജസ്റ്റ് പറയാം. ഞാൻ മൈൻഡ് ബേസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സഞ്ജു ടെക്കീൻ്റെ മൈൻഡ് ഒന്ന് പറയാം. സഞ്ജു ടെക്കി ബ്രോ ഇത് കാണുകയാണെങ്കിൽ ജസ്റ്റ് ശരിയാണെങ്കിൽ ജസ്റ്റ് ഒരു തമ്പടിക്കുക. സഞ്ജു ടെക്കി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഡോമിനൻറ്റും ഇൻറ്റേർണൽ വീക്കുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫാമിലി ഓറിയൻറ്റഡ് ആണ്, ലവിങ് ആണ്, ഭയങ്കര ദേഷ്യവും വാശിയുള്ള ആളാണ്, എടുത്തുചാട്ടം ഭയങ്കര കൂടുതലാണ്. അതേപോലെ തന്നെ ആരോടെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം പിന്നെ ആരോടും എന്തും പറയാനുണ്ട്, അൺകൺട്രോളബിൾ പേഴ്സൺ ആണ് സഞ്ജു ടെക്കി. അതേസമയത്ത് നമ്മളെ നീതു ആണ് എന്നുണ്ടെങ്കിൽ എക്സ്റ്റേണലും ഇൻറ്റേർണലും ഡോമിനൻ്റ് ആണ്, ഭയങ്കര ഫിക്സഡ് ഐഡിയ ആണ്, ഭയങ്കര സ്ട്രോങ് ആണ്. ഇപ്പം എന്തെങ്കിലും ദേഷ്യവും വാശിയും പിണക്കൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം സ്ട്രോങ് ആയിരിക്കും പെട്ടെന്ന്. അപ്പം ഇവർ രണ്ടുപേർ റിലേഷൻഷിപ്പ് ഇത്രയും മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെ സഞ്ജു ടെക്കി ഇഷ്ടം പോലെ തവണ താന്നു കൊടുത്തിട്ടുണ്ടാവും, 100% താന്നു കൊടുത്തിട്ടുണ്ടാവും. കാരണം ഇത് നീതുവിനെ ഇൻസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ സഞ്ജു ടെക്കിനെ പൊന്തിക്കാനോ അല്ല, ഇത് ക്യാരക്ടറാണ്, ഇത് രണ്ടുപേരും ക്യാരക്ടറാണ്. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് കുറയും, അവർ രണ്ടുപേരും തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഡോമിനൻറ്റ് ക്യാരക്ടർ എപ്പോഴും പോസസീവ് ആയിരിക്കും, അപ്പോൾ അവർക്ക് തന്നെ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം. പക്ഷേ സഞ്ജു ആണെങ്കിൽ ഹൈലി റെസ്റ്റ്ലെസ് ആണ്. അപ്പോൾ അത് ചെയ്യണം, ഇത് ചെയ്യണം, അതാക്കണം, ഇതാക്കണം, ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് വേണം. അപ്പോൾ അതിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് 100% എപ്പോഴും ഡിപ്പെൻഡൻ്റ് ആവാൻ പറ്റൂല. പക്ഷേ നീതുവിൻ്റെ ക്യാരക്ടർ തെറ്റാണെന്നല്ല, നീതു ഫിക്സഡ് ആയിട്ടുള്ള ഒരാളാണ്, ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും നീതുവിന് കൊടുക്കണം വിചാരിക്കുന്ന ആളാണ്. എക്സാക്ട്ലി അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ബ്രേക്കപ്പ്സ് ഉണ്ടാവാനുള്ള സാധ്യത. ഇത് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഇവരെ രണ്ടുപേരും ന്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് യോജിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് സഞ്ജു ബ്രോനും അറിയാം, നീതുവിനും അറിയാം. ദേ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം ബിറ്റ്വീൻ, അവർക്ക് രണ്ടുപേർക്കും പ്രശ്നമില്ല. പക്ഷേ അവർ അണ്ടർസ്റ്റാൻഡിങ് ബ്രേക്കപ്പ് ആവാനുള്ള കാരണം രണ്ടുപേർക്കും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്, രണ്ടുപേരും ഡോമിനൻ്റ് ആണ്. അപ്പോൾ സഞ്ജു ഇനീഷ്യൽ ഫേസിലൊക്കെ താന്നു കൊടുത്തെങ്കിലും പിന്നെ അഡാപ്റ്റേഷൻ അതെന്താവാൻ തുടങ്ങി, സ്ട്രെസ് ആവാൻ തുടങ്ങി. ആ സ്ട്രെസ് വന്നപ്പോൾ ഒരു ദിവസം പൊട്ടിത്തെറിച്ചു, ദേ കം ടു ബ്രേക്കപ്പ്. പക്ഷേ ഇപ്പം സഞ്ജുവിൻ്റെ സെക്കൻഡ് ലവർ ആയ നീമയാണെങ്കിൽ പോലും എക്സ്റ്റേണലും ഇൻറ്റേർണലും ഡോമിനൻ്റ് ആണ്. അപ്പോൾ എക്സ്റ്റേണലും ഇൻറ്റേർണലും ഡോമിനൻ്റ് ആകുമ്പോൾ ഇതേ ക്യാരക്ടർ തന്നെയാണ് നീമയ്ക്കും വരുള്ളൂ. അപ്പോൾ അവിടെയും സഞ്ജു ടെക്കി ബ്രോ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഉണ്ടാക്കുക, അവരുടെ ലൈഫ് സിറ്റുവേഷൻസ് അവർക്ക് ബിൽഡ് ചെയ്യുന്നതാണ്. അപ്പം അത് അവരെ ക്യാരക്ടറാണ്. അപ്പം ഈ കുട്ടീൻ്റെ അതേ ക്യാരക്ടർ തന്നെ ആയിരിക്കാം നീമേൻ്റെ സൈഡിൽ നിന്നും വരാൻ സാധ്യത ഉണ്ടാവുക. അപ്പോൾ നമ്മളെ ക്യാരക്ടർ വൈസ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അണ്ടർസ്റ്റാൻഡിങ് കുറയും, റിലേഷൻഷിപ്പ് ഫെയിലിയേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മൈൻഡ് ബേസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ ആയതുകൊണ്ട് ജസ്റ്റ് ഒരു ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ജസ്റ്റ് പറയാൻ തോന്നിയെന്നുള്ളൂ. അപ്പോൾ അതിലെന്തെങ്കിലും റിയാലിറ്റി ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ്. ഓക്കെ, താങ്ക് യു.